ആണ് ഇന്റിമേറ്റ് വെഡിങ് എന്ന് പറയുന്ന പരിപാടി? അതെനിക്ക് മനസ്സിലായില്ല ശരിക്കും. ഇന്റിമേറ്റ് വെഡിങ് എന്നുള്ളത് ഉദ്ദേശിച്ച് ഇത്രേ ഉള്ളൂ. സാറ് പറഞ്ഞതുപോലെ ഭാര്യയാകാനുള്ള ആളെ കണ്ടുപിടിക്കണം, അവൻ തന്നെ നടത്തണം. കല്യാണം നടത്തിയതാ 31 വർഷം മുന്നേ. അപ്പൊ അതുകൊണ്ട് എന്റെ മകനും അവൻ തന്നെ നടത്തണം. അതിന്റെ ചെലവ് ഓഡിറ്റോറിയത്തിന്റെ പകുതി പൈസ കൊടുക്കും. തീരുമാനിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ബജറ്റ് പോലാണല്ലോ, കേന്ദ്ര സർക്കാർ പകുതി തരണം, ഞങ്ങൾ പൈസ ഇല്ലാത്തോണ്ടാണ്. കാരണം കല്യാണം കഴിഞ്ഞാൽ ആദ്യം ഒരു വർഷത്തിനകം വയറ് കാണാൻ പോകുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പൊ കല്യാണം കഴിഞ്ഞ 1 വർഷത്തിനകം ഇപ്പൊ വക്കീലിനെ കാണാനാ പോകുന്നത്. കാരണം ഈ ആർഭാടം എല്ലാം കഴിഞ്ഞിട്ട് ഒന്നിച്ച് ജീവിക്കാൻ പറ്റത്തില്ലാത്ത സാഹചര്യത്തിലേക്ക് നിരവധി പേരിങ്ങനെ വരുമ്പം മനുഷ്യന്റെ ആറ്റിറ്റ്യൂഡ് തന്നെ മാറിപ്പോകുന്നു. ഇതുകൊണ്ട് ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട്. അത് ഞാൻ പൈസ ഉള്ളവർക്ക് ചെയ്യാം, ഇല്ലാത്തവര് എന്തിനാണ് ഇങ്ങനെ കടം മേടിച്ചിട്ട് ലക്ഷങ്ങൾ മുടക്കുന്നേ? അപ്പൊ മക്കള് 3 ആൺകുട്ടികളാണ്. അപ്പം നേരത്തെ പറഞ്ഞിരുന്നു പഠിപ്പിക്കാവുന്നതിന്റെ മാക്സിമം പഠിപ്പിക്കും. പിന്നെ സ്വന്തമായിട്ട് ജോലി കണ്ടെത്തണം, കല്യാണം ആണെങ്കിലും നിങ്ങൾ തന്നെ കണ്ടെത്തണം, നിങ്ങൾ തന്നെ നടത്തണം, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ പറഞ്ഞിരുന്നു. പകുതി പൈസ എന്ന് പറഞ്ഞിരുന്നല്ലോ, ഓഡിറ്റോറിയത്തിന്റെ പകുതി പൈസ എന്നാ പറഞ്ഞിരുന്നത്. കത്തൊന്നും ഇല്ലായിരുന്നു. വാട്സപ്പ് ഗ്രൂപ്പ് വഴി അറിയിച്ചു. വളരെ കുറച്ച് പേരെ ഉള്ളായിരുന്നു താലികെട്ടിന്. ഞങ്ങളുടെ വീട്ടുകാരും അവരുടെ വീട്ടുകാരും മാത്രം ഉള്ളായിരുന്നു. അവസ്ഥ എന്തുവാ? നിങ്ങൾ കഴിപ്പിച്ചു വിട്ട പാർട്ടികള് അവര് ദുബായിക്ക് പോയി. കല്യാണം കഴിഞ്ഞാൽ വീട്ടിൽ താമസിക്കാൻ പാടില്ലെന്നായിരുന്നു ഞങ്ങളുടെ നിയമം. അങ്ങനെയുണ്ടോ? ഒരു ദിവസം 2 ദിവസം നിന്നോട്ടെ, ഒറ്റ ദിവസം ഒന്നിച്ചുള്ള ജീവിതം പാടാ. അങ്ങയുടെ അത് ചെയ്തിരുന്നോ വീട്ടുകാര്? ഇല്ല. അവർ കുറച്ചുകൂടെ മാന്യമായി മാറി സാറേ, കാലം മാറി. ഞങ്ങളൊക്കെ പഴം ചെന്ന, ഇപ്പൊ ന്യൂ ചെന്ന. അങ്ങ് വളരെ മോസ്റ്റ് മോഡേൺ ആ എന്റെ അഭിപ്രായം കേട്ടോ. ഓക്കെ.